നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമായ ഭൂമിയെ പറ്റിയാണ്. സൂര്യനും അതിനെ ഭ്രമണം ചെയ്യുന്ന മറ്റു വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം. ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, വാൽനക്ഷത്രങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ എന്നിവ സൗരയൂഥത്തിൽ ഉൾപ്പെടുന്നു. പ്രധാനമായി 8 ഗ്രഹങ്ങളുണ്ട്. അവയിൽ ഒരു ഗ്രഹമാണ് ഭൂമി. ജീവൻ്റെ നിലനിൽപ്പുള്ള ഒരേ ഒരു ഗ്രഹം കൂടിയാണ് ഭൂമി. വലിപ്പത്തിൽ ശിലാഗ്രഹങ്ങളിൽ ഒന്നാമനായ ഭൂമി സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഭൂമിക്ക് പ്രധാനമായും 4 അടുക്കുകളാണുള്ളത്. ഉള്ളിലെ കോർ, പുറത്തെ കോർ, മാൻറ്റിൽ, ക്രസ്റ്റ്. ഇരുമ്പും നിക്കലും അടങ്ങിയ ഉള്ളിലെ കോറിൽ 4000 ഡിഗ്രി സെൽഷ്യസ് താപനിലയുണ്ട്. പുറത്തെ കോറിൽ ഉരുകിയ ഇരുമ്പും നിക്കലുമാണ്. 3-ാമത്തെ അടുക്കായ മാൻറ്റലിൽ ഇരുമ്പിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ഖരരൂപമാണ്. പുറംപാളിയായ ക്രസ്റ്റിൽ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കപ്പെടുന്ന സിലിക്കേറ്റ് പാറയാണ്. ക്രസ്റ്റിൽ വലിയ അളവിൽ പലതരം മൂലകങ്ങളുണ്ട്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ഹീലിയം, ഓസോൺ തുടങ്ങിയ വാതകങ്ങളുടെ ഒരു മിശ്രണമാണ്. സൂര്യനിൽ നിന്നുള്ള വിഷകരമായ രശ്മികളെ അരിച്ചു മാറ്റാനും അതിശൈത്യം തടയാൻ ആവശ്യം വേണ്ട താപത്തെ പിടിച്ചു നിർത്താനും ഭൂമിയുടെ പ്രതലത്തിലേക്ക് ഉൽക്കകളുടെ പ്രവേശനം തടയാനും ഭൂമിയുടെ അന്തരീക്ഷം സഹായകമാണ്. സൂര്യനെ ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാകാൻ ഭൂമിക്ക് 365 ദിവസം വേണം. ചന്ദ്രനാണ് ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം. ഭൂമി ഒരു ഹൈഡ്രോസ്ഫിയറാണ്. ഭൂമിയുടെ പ്രതലത്തിൽ ഏകദേശം 70% ജലമാണ്. ദ്രവരൂപത്തിൽ ജലസാന്നിധ്യമുള്ള ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി. സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള കൃത്യമായ അകലം ഇതിന് കാരണമാകുന്നു. ശൂന്യാകാശത്തു നിന്നുള്ള വീക്ഷണത്തിൽ ഭൂമി നീല നിറത്തിൽ മേഘാവൃതമായ ഒരു ഗോളമായി കാണപ്പെടുന്നു. അതിനാൽ ഭൂമിയെ നീലഗ്രഹം എന്ന് വിളിക്കുന്നു. സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുമ്പോൾ തന്നെ ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നു. ഇങ്ങനെ ഭ്രമണം ചെയ്യുമ്പോൾ ഭൂമിയുടെ ഒരു ഭാഗം സൂര്യനെ അഭിമുഖമായും മറുഭാഗം മറഞ്ഞുമിരിക്കും. സൂര്യനെ അഭിമുഖീകരിച്ച് സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗം പകലായും സൂര്യരശ്മികളെത്താത്ത ഇരുണ്ട മറുഭാഗം രാത്രിയായും കാണപ്പെടുന്നു. ക്രമേണ സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗം ഇരുളിലേക്ക് നീങ്ങുകയും ഇരുണ്ട ഭാഗം പ്രകാശത്തിലേക്ക് വരികയും